നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുന്നിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിലെ അറബിക് അധ്യാപകരും NCC NOയുമായ ലഫ്റ്റനന്റ് ഡോക്ടർ ബഷീർ പുളക്കിൽ സാറാണ്. NMSM ഗവൺമെന്റ് കോളേജിലെ NCC ഇത്രമേൽ ഉയർന്നു വരാൻ പ്രധാനമായി പങ്കുവഹിച്ചത് ബഷീർ സാർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിൽ എല്ലാവരിലേക്കും NCCയെ കുറിച്ച് കൂടുതൽ പറയാൻ ബഷീർ സാർ ഇന്ന് നമ്മളോടൊപ്പം ഒരല്പസമയം കൂടിച്ചേരുന്നു. കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിലേക്ക് പല വിദ്യാർത്ഥികളും വരുന്നത് NCCയിൽ ചേരുക എന്ന ലക്ഷ്യം കണ്ടിട്ടാണ്. അപ്പോൾ അതിന് NCCയുടെ ഓഫീസർ എന്ന നിലയിൽ സാറിനെ NCC എന്നുള്ളത് നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ ഒരു യൂണിഫോം ഓർഗനൈസേഷനാണ്. മാത്രമല്ല ഇന്ത്യൻ ആർമിയുടെ കീഴിൽ സംബന്ധിച്ചിടത്തോളം ആർമി വിങ്ങാണ്. നമ്മുടെ കോളേജിൽ ആർമിയുടെ കീഴിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NCC എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി സാധ്യതകളും മറ്റൊക്കെ നമ്മുടെ ഫോഴ്സുകളുണ്ട്. ആർമി ആകട്ടെ, നേവി ആകട്ടെ, എയർഫോഴ്സ് ആകട്ടെ, പോലീസ് ആകട്ടെ, അതുപോലെ മറ്റ് യൂണിഫോംഡ് ആയിട്ടുള്ള എന്തെല്ലാം ജോബ്സ് ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് NCC കേഡറ്റ്സിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പല വിദ്യാർത്ഥികളും നമ്മുടെ വയനാട് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകൾ പോലും ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടിയാൽ മതി, പക്ഷേ NCC നിർബന്ധമായിട്ടും വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പല കുട്ടികളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്ന് കോഴ്സുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഇവിടുത്തെ പല ആളുകൾക്കും NCCയെ പറ്റി അറിയില്ലെങ്കിലും പുറമെയുള്ള ആളുകൾക്കൊക്കെ നല്ല മതിപ്പും പിന്നെ അവരുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാവുന്നതിനെ കുറിച്ചുള്ള ഐഡിയ ഉള്ളവരാണ്. അതുകൊണ്ടായിരിക്കും NCCയെ ചോദിച്ച് വരുന്നത്. NCC എന്നുള്ളത് മുഖ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒരു നല്ല യൂത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം NCC ചേർന്ന എല്ലാവരും ആർമി ഓഫീസേഴ്സ് ആവണമോ ജവാന്മാരാവണമോ ഒരിക്കലും നിർബന്ധമല്ല. ഇത് വളരെ തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആളായി മാറാൻ താല്പര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ ഒരാളെ നമ്മൾ നിർബന്ധിക്കുന്നോ ഒന്നുമില്ല. അതൊരു അഡ്വഞ്ചറായിട്ടുള്ള താല്പര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുക NCC. അങ്ങനെ ഒരു നല്ല യൂത്തിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് NCC ലക്ഷ്യമാക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക, ഇപ്പം സാധാരണ നമ്മുടെ കോളേജിൽ NCC കേഡറ്റ്സ് അല്ലാത്തവരും പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ഡിഗ്രി കിട്ടുന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ആ നോർമൽ സ്റ്റുഡൻസിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് അവർക്ക് നമ്മൾ NCC അത് പ്രൊവൈഡ് ചെയ്യും. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം NCC എന്നുള്ളത് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു വളണ്ടിയർ പോലും ആയിരുന്നില്ല, ഒരു കേഡറ്റ് പോലും ആയിരുന്നില്ല. NCC ഉണ്ട് തന്നെ. പക്ഷെ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ സ്കൂളിൽ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ, ഞാൻ ആദ്യം അറബി കോളേജിലാണ് പഠിച്ചത്. അവിടെ ഒന്നും NCC ഒന്നുമില്ല. പഠിച്ച സ്കൂളിലും NCC ഇല്ല. കൽപ്പറ്റ കോളേജിൽ വന്നതിന് ശേഷമാണ് NCCയിൽ ചേരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഒരു കെന്നീർ സാറാണ്. സാറ് ഇവിടെ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പോഴാണ് ഇത് ചാർജ് ഏറ്റെടുക്കാൻ നിർബന്ധിതനായത്. അങ്ങനെ കുറച്ച് താല്പര്യമുണ്ട് NCC, നമ്മൾ കാണുന്നുണ്ടല്ലോ, പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ അവസരം കിട്ടിയ സമയത്ത് അത് ഞാൻ സ്നേഹത്തോടു കൂടി ഏറ്റെടുക്കുകയും അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ കാംറ്റി എന്നുള്ള സ്ഥലമുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞു. ആർമിയുടെ 3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞു. അങ്ങനെയാണ് ANO ആയത്. അത് അതിന് മുമ്പ് 2 വർഷത്തോളം ഇതിന്റെ കെയർ ടേക്കർ ചാർജ്, അതായത് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു കെയർ ടേക്കർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 2018 ലാസ്റ്റ് പോയി 2019 ഫെബ്രുവരിയോട് കൂടി അതിന്റെ ANO ആയിട്ട് മാറുകയും ചെയ്തു. ഇപ്പം ഇത് ഭംഗിയായിട്ട് പോകുന്നു. 2017 മുതൽ NCCയുടെ ചാർജ് ഉണ്ട്. ഞാൻ പറഞ്ഞ 2 വർഷം കെയർ ടേക്കർ ആയിരുന്നു. 2019 മുതലാണ് പിന്നീട് അസോസിയേറ്റ് NCC ഓഫീസർ എന്നുള്ള റാങ്കിലേക്ക് വരുന്നത്. NCC കൊണ്ടുള്ള ഓർമ്മ വെച്ചാൽ ഒന്ന് നമ്മൾ ട്രെയിനിങ് തന്നെ. ട്രെയിനിങ് നമ്മൾ ഒരിക്കലും മറക്കാത്ത ട്രെയിനിങ് ആണ്. സത്യത്തിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം
നമുക്കിത് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCC കൊണ്ട് നടക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. പക്ഷെ ഒരു അധ്യാപന സമിതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് പോകുന്ന സമയത്ത് അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ അനുഭവങ്ങളുള്ളത്. ഞാൻ എനിക്ക് തോന്നുക നമ്മുടെ ലൈഫിൽ നിന്നൊരു 3 മാസം പോയ പോലെ തോന്നിയിട്ടുള്ളത്. കാരണം അത്രയും ഹാർഡാണ്. ഒരു 35 വയസ്സിന് ശേഷമാണല്ലോ നമ്മൾ പോകുന്നത്. ഇപ്പൊ കുട്ടികളെ NCC കാഡറ്റ്സ് ഒക്കെ അവിടെ പരേഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിട്ടും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും വല്ലാതെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ നമ്മളിവിടെ കോളേജിൽ നമുക്ക് നല്ല ഒരുപാട് കുട്ടികളുടെ കൂടെ കാഡറ്റ്സിന്റെ കൂടെ അവർക്ക് ശരിയായ രൂപത്തിൽ NCC എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ നമ്മൾ RD പോലുള്ള പരേഡുകളിൽ, ഇപ്പം ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡുകളിൽ, അതുപോലെ TSC തൽസൈനിക ക്യാമ്പുകളിൽ, SNIC തുടങ്ങിയിട്ടുള്ള നാഷണൽ ക്യാമ്പുകളിലേക്ക് ഒരുപാട് കാഡറ്റ്സിന് നമ്മുടെ കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞേക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ തേജ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തേജ നമ്മളെ അണ്ടർ ഓഫീസറായിരുന്നു. നമ്മൾ ചൂരൽമലയിലൊക്കെ നടന്ന പിന്നെ ആ ദുരന്തങ്ങളിലൊക്കെ ആ ദുരന്ത മുഖത്തൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് ഉള്ളൊരു കാഡറ്റാണ് നമ്മുടെ തേജ. അപ്പോൾ അവർക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു NCC കാഡറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന പരമോന്നത അവാർഡാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ പ്രഥമ വനിത, നമ്മുടെ രാഷ്ട്രപതി പ്രത്യേക ക്ഷണം, ഒരു കാഡറ്റിനെ നേരിട്ട് അവിടുന്ന് രാഷ്ട്രപതിയുടെ ക്ഷണം വരികയാണ്, അവിടെ കത്തയക്കുകയാണ്. എന്നിട്ട് പോസ്റ്റ്മാൻ ഒരു അകമ്പടിയോടുകൂടി ഒരു ഉദ്യോഗസ്ഥന്റെ കൂടെ വന്നിട്ട് അവർക്ക് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവരത്രയും ഫുൾ ചെലവ്, സർക്കാരിന്റെ ചെലവ് വഹിച്ചിട്ടാണ് അവർ ഡൽഹിയിലേക്ക് പോകുന്നത്. അങ്ങനെ എത്രയോ ദിവസം അവർ അവിടെ അതിനുവേണ്ടി ആ ഒരു പിന്നെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിൽ ചെലവഴിക്കുന്നു. ഇതൊക്കെ ഒരു കേഡറ്റിന് കിട്ടുന്ന വലിയ ഒരു അംഗീകാരമാണ്. അപ്പൊ ആ അംഗീകാരം കേഡറ്റിന് കിട്ടുമ്പോൾ അതിന്റെ അത്രയും കൂടെ സന്തോഷം എനിക്കുണ്ട്, ഒരു ഏനം എന്നുള്ള നിലയിൽ. കാരണം ഒരിക്കലും ഒരു കേഡറ്റ് സ്വന്തം നിലയിലാണ് എത്തൂലല്ലോ, ഇതിലൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടപ്പോൾ ഒരു കേഡറ്റിനെ നമ്മൾ നിർദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള പിന്നെ അവാർഡുകൾക്ക് അവരുടെ പേര് നിർദ്ദേശിക്കുന്നത് ഞാനാണ്. അപ്പം അങ്ങനെ അവർ അതിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഏനം എന്നുള്ള നിലയിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റും. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് എനിക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേ വർഷം തന്നെ നാഷണൽ അവാർഡ് എനിക്കും കിട്ടി. അത് സന്തോഷമാണ്. NCC നമ്മുടെ കോളേജിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുണ്ടോ? NCC കോളേജിന് വേണ്ടി കോളേജിലെ എല്ലാ ആക്ടിവിറ്റികളിലും നമ്മുടെ കാഡറ്റ്സിന്റെ പ്രവർത്തനങ്ങൾ കൈകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിപ്പം കേവലം ഇവിടുത്തെ ഒരു ക്ലീനിങ് പ്രോസസ്സ് മാത്രമല്ല, എന്തെല്ലാം കോളേജിൽ നടക്കുന്ന എന്ത് ആക്ടിവിറ്റി ഉണ്ടെങ്കിലും അതിലൊക്കെ NCC കാഡറ്റ്സ് അവരുടെ യൂണിഫോം ഇട്ടിട്ട് അവർ വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, വിജയിപ്പിക്കാറുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒഫീഷ്യൽസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും VIPs വരികയാണെങ്കിൽ അവർക്കുള്ള ഗാർഡ് ഓഫ് ഓണർ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് പിന്നെ അക്കമ്പനി ചെയ്യാറുണ്ട്, അവരുടെ കൂടെ അകമ്പടി പോവാറുണ്ട്. എന്ത് കാര്യത്തിലും നമ്മുടെ NCC കാഡറ്റ്സ് നല്ല ചുറുചുറുക്കോടുകൂടി ഉണ്ടാവാറുണ്ട്. സാർ ഒരു അറബിക് അധ്യാപകനും കൂടിയാണല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ അറബിക് എടുക്കുന്ന കുട്ടികൾ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതിന്റെ ഒരു കാരണമായിട്ട് എന്താ സാർ തോന്നുന്നത്? ഇവിടെ നമുക്ക് സംബന്ധിച്ചത് അറബിക് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇവിടെ അറബിക് എന്നുള്ളതൊരു ഫോറിൻ ലാംഗ്വേജാണ്. അപ്പോൾ ഇതിന് കുറെ പരിമിതികൾ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈ മുസ്ലിം സ്റ്റുഡൻസ് മാത്രമാണ് ഈ അറബിക് തിരഞ്ഞെടുക്കാറുള്ളത്. അത് ഇവിടെ മാത്രമാണ്. ഇവിടത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ അറബിക് വന്നിട്ട് പഠിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികൾ അറബിക് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്തവരുണ്ട്, മറ്റുള്ള സമുദായത്തിൽപ്പെട്ട കുട്ടികളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾ ഒരിക്കലും അറബി ചൂസ് ചെയ്തിട്ടല്ല വരുന്നത്. ഇവിടെ ഒരു പക്ഷേ കൊമേഴ്സ് തിരഞ്ഞെടുക്കുന്ന വരുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ എക്കണോമിക്സോ മറ്റു ഹിസ്റ്ററിയോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന കുട്ടികളാണ്. അപ്പൊ സ്കൂളുകളിൽ ഇതിന്റെ ഒരു കാരണം ഇവിടെ കുറവാണ്. കാരണം വയനാട് ജില്ലയിൽ ഹയർ സെക്കൻഡറി ലെവലിൽ അറബിക്ക് പഠിപ്പിക്കുന്ന സ്കൂളുകൾ വളരെ കുറവാണ്. ആകെ 2-3 സ്കൂളുകളിൽ മാത്രമാണ് വയനാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി ലെവലിൽ അറബിക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ വയനാട് ജില്ലയിൽ നിന്ന് കോളേജിലേക്ക് വരുന്ന കുട്ടികൾ കുറവാണ്. പിന്നെ പുറത്തുനിന്നുള്ള വരുന്ന കുട്ടികളാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കുട്ടികൾ ഒക്കെ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ പുറത്തുനിന്നുള്ള കുട്ടികളാണ് അധികം വരിക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഏകജാലക വഴി വരുന്ന കുട്ടികളാണല്ലോ. അതുകൊണ്ട് പുറത്തുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരിക്കലും അവർ അറബി ചൂസ് ചെയ്തിട്ടല്ല വരുന്നത്. വരുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത് തോന്നും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കംഫർട്ടായി തോന്നുന്നത് അവരെടുക്കുമെന്ന് മാത്രം. അവർക്കിപ്പം മുദ്ര എഴുതാൻ പറ്റുന്നത് സ്വന്തം മാതൃഭാഷയിൽ എഴുതാൻ പറ്റുമ്പോൾ മലയാളമാണ് കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യാം. അതിപ്പോൾ മലയാളത്തെ സ്നേഹിച്ചിട്ടായിക്കോണമെന്നില്ല. അവർക്ക് പരീക്ഷ എഴുതാൻ കംഫർട്ടായി തോന്നുന്നത് അവർ മലയാളം അവർ സെലക്ട് ചെയ്യും.
പിന്നെ നേരത്തെ സ്കൂളുകളിൽ അറബി ചൂസ് ചെയ്തിട്ട് അവിടെ 100% മാർക്കിന്റെ കുട്ടികളൊക്കെ ഉണ്ടാവും. അവര് അറബി എടുക്കും. നേരത്തെ സ്കൂളുകളിൽ എന്താണോ പഠിച്ചത് അത് ഇവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരിക. അപ്പൊ കുറച്ചുകൂടി അവർക്ക് അവരുടെ മാർക്കും കാര്യങ്ങളും അല്ലേ സേഫ് ആക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് സാറ് കൂടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും NCC-ക്ക് വേണ്ടിയിട്ട് അതിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി സാർ ഒരുപാട് അറബിയാണ് നമ്മുടെ പിന്നെ എന്താ പറയാ ഏറ്റവും താല്പര്യപ്പെട്ട് നമ്മൾ എടുത്ത വിഷയമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ NCC കിട്ടിയപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഇവിടെ ഉള്ള കാലത്തോളം അത് ഭംഗി